ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവരാണോ നിങ്ങൾ? എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല അല്ലേ? ദാ വളരെ ഈസി ആയിട്ടുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി മഷ്റൂം സാലഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ലഞ്ചിനോ ഡിന്നറിനോ എപ്പോൾ വേണേലും നമുക്ക് ഈ സാലഡ് കഴിക്കാൻ പറ്റും. ഭയങ്കര ക്രീമി ആയിട്ടിരിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് പോലും ഈ ഒരു സാലഡ് ഇഷ്ടപ്പെടും. അപ്പം നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ മഷ്റൂം സാലഡാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ മഷ്റൂം ആണല്ലോ ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റം. അപ്പോൾ ദാ ഒരു പാനൊക്കെ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഒഴിക്കുക. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് മഷ്റൂം എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിത് മഷ്റൂം എല്ലാം കൂടെ ക്ലീനാക്കി വെച്ചിരുന്നതാട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിരുന്ന ബട്ടറിൽ ഓൾറെഡി സോൾട്ട് ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ നോക്കി കേട്ടോ. അപ്പം കുറച്ച് ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ലേശം ഉപ്പും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടാണ് ഒന്നും കൂടെ ഇതൊന്ന് സോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് ഈ മഷ്റൂം നന്നായിട്ട് നമുക്ക് വേവിച്ച് എടുക്കണം. ഏകദേശം 10 മിനിറ്റോളം ഞാൻ ഈ മഷ്റൂം വേവിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഈ ഒരു ടൈമിൽ നമുക്ക് ബാക്കി പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞെടുത്ത് വെക്കണം. അതായത് ക്യാരറ്റ് ഞാൻ നീളത്തിലാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്, ചെറിയ കട്ടിയിൽ കുറച്ച്. പിന്നെ കുക്കുംബർ എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കോണും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓൾറെഡി ക്രീമി സാലഡ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സി എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ യോഗട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പീസ് പനീറും കൂടെ എടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇതിനകത്തേക്ക് 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ആകെ ഇത്രയും വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജും ബ്രോക്കോളിയും ഇതെല്ലാം നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ കയ്യിൽ ഇത്രയും മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇതെടുത്തത്. അത് കഴിഞ്ഞിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂം ഉണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ ഫുള്ള് പിഴിഞ്ഞെടുത്തേക്കുന്നതിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ക്രീം ഉണ്ടല്ലോ അടിച്ചു വെച്ചേക്കുന്നത്, ആ ക്രീമും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞങ്ങൾക്ക് ഉപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് ഞാൻ ഓൾറെഡി മഷ്റൂം സോട്ട് ചെയ്ത സമയത്ത് ഇതിനകത്തേക്ക് ക്രഷ്ഡ് ചില്ലിയും കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇട്ട് കൊടുക്കാത്തത്. ഇനി നല്ലൊരു ചെറിയൊരു എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ക്രീമി മഷ്റൂം സാലഡ്. ഞാൻ ഒരലങ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. മുട്ട തികച്ചും ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് മുട്ട സ്കിപ്പ് ചെയ്യാം. പകരം ഈ ഒരു സാലഡ് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു ക്രീമി ഫ്ലേവറും കൂടെ വരുന്നുണ്ട്. എന്താണേലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ വെയിറ്റ് ലോസിനൊക്കെ എന്തുകൊണ്ട് നല്ലതാണ്. വയറ് ചാടിയവർക്കും ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമൊക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.